ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഒരു പഴയകാല ഈവനിങ് സ്നാക്സ് നമ്മളെ കൊഴുക്കട്ടൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരികൊന്നും പൊട്ടിപ്പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണ നല്ലൊരു കൊഴുക്കട്ടൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ. ഇത് നല്ല സോഫ്റ്റുമാണ്, പുറത്തൊക്കെ കഴിക്കാനും നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ടനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ കണ്ടില്ലേ, ഉള്ളിൽ നിന്നൊന്നും പൊട്ടി ഒലിച്ചൊന്നും പോയിട്ടില്ല. ചില കൊഴുക്കട്ടൊക്കെ കണ്ടാൽ തോന്നും പുറത്തു കൂടിയൊക്കെ അതിൻ്റെ ശർക്കര വന്നിട്ടുണ്ടാവും. ഇതിപ്പോൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു 4 അച്ച് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 3 അച്ചായാലും കുഴപ്പമില്ല കേട്ടോ. കുറച്ച് മധുരം മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ 3 അച്ച് ശർക്കര എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 2.5 കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിനുള്ള അളവാണ് ശർക്കര ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് കറുത്തിട്ടുള്ള ഉണ്ട ശർക്കര വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിത് പൊടിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2.5 കപ്പ് പൊടിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 2.5 കപ്പ് തന്നെ നമ്മൾ തേങ്ങ ചിരവിയതും എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ ഒക്കെ ചിരവിയിട്ട് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മാവ് കുഴച്ചെടുക്കൽ കഴിഞ്ഞതിൻ്റെ ശേഷം ഫില്ലിങ് ഉണ്ടാക്കണം പരിപാടിക്ക് നിൽക്കാം. അപ്പോൾ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാനിത് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ. നമുക്ക് ഏകദേശം ഒരു 2.5 കപ്പോളം തന്നെ നല്ല തിളച്ച വെള്ളം ഇത് കുഴച്ചെടുക്കാനും വേണ്ടിയിട്ടാവും. നമ്മളിത് കുഴച്ചെടുക്കുന്നിടത്താണ് പെർഫെക്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ട നമുക്ക് കിട്ടൽ കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ കുഴച്ചെടുക്കുന്നത് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ വിണ്ട് കീറി പോകും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ഈ ശർക്കര മെൽറ്റായിട്ട് ഒലിച്ച് പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ വെള്ളം കുറവാണെന്ന് നമ്മൾ കുഴക്കണേൻ്റെ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ മാവ്. അപ്പോൾ ഞാൻ ഈ കാണിക്കണ അതേ ഒരു അളവിലാണ്, എന്താ പറയുക, പാകത്തിലാണ് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നല്ല ചൂടുണ്ട്. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കാനും കഴിയൂല കേട്ടോ ഈ ഒരു ടൈമിൽ. അപ്പോൾ ഞാനൊരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതേമാതിരി ഒന്ന് കുഴച്ചെടുക്കേണ്ടത്. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് അപ്പോൾ നല്ല പാകത്തിന് നമുക്ക് കൈയൊക്കെ തൊടാനുള്ളൊരു ചൂടായി വരും. അതിൻ്റെ ശേഷം നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കട്ടെ. അപ്പോൾ ആ ഒരു ടൈമിനോണ്ട് നമുക്ക് ഫില്ലിങ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. ശർക്കര ഒക്കെ മെൽറ്റായി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതേമാതിരി ഒന്ന് ആക്കിയതിൻ്റെ ശേഷം ഞാൻ മൂടി വെച്ചിട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാരങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാതെയാണ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശർക്കര ഒക്കെ നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതൊന്ന് അരിച്ചിട്ട് എടുക്കണം കേട്ടോ. അരിച്ചെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ലോണം കല്ലും മണ്ണും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനിതാ അരിച്ചിട്ട് ഇതിലേക്ക് തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പാത്രം. പിന്നെ അടുപ്പത്ത് വെച്ച് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഒഴിക്കുന്ന ഭാഗം കണ്ടിട്ടില്ല. അപ്പോൾ അതാ ഇത് നല്ലോണം അരിച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചിരവി വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 2.5 കപ്പാണ് തേങ്ങ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇത് എന്താ പറയുക, ശർക്കര ഒന്ന് മെൽറ്റായിട്ട് പുറത്ത് പോവാതിരിക്കാനുള്ള ഒരു ഐഡിയ എന്നുള്ളത് ഇതിൽ വെള്ളമൊക്കെ നല്ലോണം നമ്മൾ വറ്റിച്ചെടുക്കണം. തേങ്ങൻ്റെ ഉള്ളിൽ നിന്നും വെള്ളം ഇറങ്ങും, പിന്നെ ശർക്കരയിലുള്ള വെള്ളം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നല്ലോണം ഒന്ന് ഡ്രൈ ആക്കിയിട്ട് നമ്മൾ വയറ്റിയിട്ടെടുക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊഴുക്കട്ടൻ്റെ ഉള്ളിൽ നിന്ന് ശർക്കരൻ്റെ ആ വെള്ളം ഒന്നും ഇങ്ങനെ ഒലിച്ച് വരില്ല കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയുള്ള കൊഴുക്കട്ട നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ ഇതേപോലെ ഇത് നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്ത് കൊടുക്കട്ടെ. ലോ ഫ്ലെയിമോ മീഡിയം ഫ്ലെയിമോ ഒന്നും ആക്കി വെക്കേണ്ട ആവശ്യമില്ല. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതാക്കുക. പിന്നെ അതായത് ഞാനൊരു 3/4 ടേബിൾ സ്പൂണോളം ഏലക്കായൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കായൻ്റെ പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ അത് ചതച്ചിട്ട് അതിൻ്റെ തോട് കളഞ്ഞിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര കൂട്ടിയിട്ട് ഇത്തിരി പൊടിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിത് പൊടിച്ച് വെച്ചതുണ്ടായതുകൊണ്ടാണ് അങ്ങനെ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇതാ നല്ലോണം ഞാനത് ഡ്രൈ ആക്കിയിട്ട് എടുത്തിക്കണം. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ അത് ആ ടൈമൊക്കെ ആകുമ്പോഴത്തിന് തന്നെ നമ്മളെ മാവ് പാകത്തിന് തൊടാനുള്ള ചൂടായി വന്നിട്ടുണ്ടാവും കേട്ടോ. എന്നാലും കൈയേറ്റ് തൊടുമ്പോൾ അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത് നല്ലോണം ഒന്ന് നമ്മൾ കുഴച്ച് മയപ്പെടുത്തിയിട്ട് തന്നെ നമ്മൾ പത്തിരീൻ്റെ ഒക്കെ മാവില്ല അതേപോലെ തന്നെ ഒന്ന് മയപ്പെടുത്തിയിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നമ്മളിപ്പോൾ കയ്യുമ്മലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കേണ്ടതെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല, നല്ല ഇതിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ചിലർ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാറുണ്ട്. വെളിച്ചെണ്ണക്ക് പകരം നെയ്യ് ഒഴിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റായിട്ട് തന്നെ നമുക്കിത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നല്ലോണം ഇപ്പോൾ നെയ്യ് ഒഴിച്ചിട്ട് കുഴച്ച് കൊടുക്കുമ്പോൾ ഇതാ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കണില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നല്ലോണം ഒന്ന് കുഴച്ച് മയപ്പെടുത്തിയിട്ട് എടുക്കുക. പിന്നെ എല്ലാവർക്കും ഈ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ
ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടണും കൂടി ഓൾ പ്രസ് ചെയ്തിട്ട് വെക്കട്ടെ. എന്നാലേ നമ്മൾ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ എല്ലാ കൂട്ടുകാർക്കും കിട്ടുള്ളൂ. ഒന്ന് ലൈക്ക് ചെയ്ത് കാണും കൂടി സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ ഒരുപാട് പേരിലേക്ക് നമ്മളെ വീഡിയോ എത്തുള്ളൂ. എന്താണെന്നറിയില്ല, ഇപ്പോൾ കുറച്ചായിട്ട് നമുക്ക് വ്യൂസ് വളരെ കുറവാണ്, ലൈക്കും കുറവാണ് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നല്ല മയത്തിൽ തന്നെ ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഞാൻ ശർക്കരൻ്റെ ഫില്ലിങ് ഇതേമാതിരി ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൊഴുക്കട്ടൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാൻ നല്ല എളുപ്പമാണ്. പിന്നെ ഞാനിതാ ഒരു നെല്ലിക്ക വലുപ്പത്തിനെക്കാട്ടും കുറച്ചും കൂടി വലുപ്പത്തിലാണ് ഈ കൊഴുക്കട്ട ഉരുട്ടി വെക്കണത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എല്ലതും ഇതേമാതിരി ഇങ്ങനെ ഉരുട്ടി വെച്ചതിന് ശേഷമാണ് ഓരോന്നിലും ഫില്ലിങ്സ് നിറച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല എളുപ്പത്തിൽ സിമ്പിളായിട്ട് തന്നെ നിറച്ചെടുക്കാൻ കഴിയും കേട്ടോ. ഇങ്ങനെ ഉരുട്ടിയെടുത്തത് ഇങ്ങനെ നമ്മളൊരു വിരലുകൊണ്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഒരു ഓട്ടാക്കി എടുക്കുക, ഒരു പാത്രമാതിരി ഇങ്ങനെ ആക്കിയെടുക്കുക. ഇങ്ങനെ നമ്മൾ വിരലായിട്ടൊന്ന് വെച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നല്ല ഇതിൽ ആയി കിട്ടും. എന്നിട്ട് ഇതേമാതിരി നമ്മൾ ബോളാക്കി വെച്ചിട്ടുള്ള ശർക്കര ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെക്കാൻ നല്ല എളുപ്പമാട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാൻ പോകും. അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒന്നും തെറിച്ച് വീഴൊന്നുമില്ല. നമുക്കിത് ശർക്കര ഇങ്ങനെ വിളയിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കാനും കഴിയും കേട്ടോ. അപ്പോൾ ഇതാ എല്ലതും ഞാൻ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഇതേമാതിരി ചെയ്തെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പരിപാടി കഴിയും കേട്ടോ. എന്നിട്ട് ഇതേമാതിരി നല്ലോണം ഒന്ന് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. ഷേപ്പാക്കി കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മളൊന്ന് നല്ലപോലെ കയ്യിലിട്ട് കണ്ട് ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാൻ എല്ലതും അപ്പോൾ ഞാൻ അവിടെ അപ്പച്ചെമ്പ് വെച്ചിട്ട് ആവി കയറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ 2 ബോൾ ബാക്കിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാലും മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള അതിൻ്റെ ഈ ഫില്ലിങ്സ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അവർ കഴിച്ചോളും. ഇങ്ങനെ ഫില്ലിങ്സ് ഉണ്ടാക്കി ബാക്കിയാവുമൊന്നും പോകുമൊന്നുമില്ല കേട്ടോ. പിന്നെ അതാ ഞാനിതിൽ പൊടിയാനൻ്റെ ഇലയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഇഡ്ഡലി ചെമ്പിൽ ആവി കയറാൻ വാഴൻ്റെ ഇലയും വെച്ച് കൊടുക്കുക, പൊടിയാനൻ്റെ ഇലയും വെച്ച് കൊടുക്കുക. അപ്പോൾ വാഴൻ്റെ ഇല അവിടെ ഇല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊടിയാനൻ്റെ ഇലയാണ് വെച്ചെടുത്തിട്ടുള്ളത്. ഇത് എനിക്ക് അടക്ക ഉണ്ടാക്കുമ്പോൾ വാഴൻ്റെ ഇലനെക്കാട്ടും ഇഷ്ടം പൊടിയാനൻ്റെ ഇല കേട്ടോ. അതിലുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഈ പൊടിയാനൻ്റെ ഇലയിൽ അടയും ഇതേമാതിരി കൊഴുക്കട്ടൊക്കെ ഉണ്ടാക്കി നോക്കാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കൊണ്ടിട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിക്കാരം. ആ ഇലൻ്റെയും കൂടി ഒരു ടേസ്റ്റ് ഈ ആവിയിൽ നമ്മളെ കൊഴുക്കട്ടമ്മക്കും അടമ്മലക്കും ഒക്കെ വരും കേട്ടോ. അപ്പോൾ നല്ലൊരു നമ്മൾ പെരുന്നാരാവിനൊക്കെ അട ഉണ്ടാക്കുമ്പോൾ മൈലാഞ്ചിട്ട് കണ്ട് ഈ അട കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു മണമാണ്. ആ ഇലൻ്റെയും മൈലാഞ്ചിൻ്റെയും അടൻ്റെയും ഒക്കെ കൂടി ഒരു പ്രത്യേക ഒരു സ്മെല്ലായിക്കാരം രാവിലെ അട കഴിക്കുമ്പോൾ. നല്ലൊരു നെസ്റ്റാൾജിക് ആയിട്ടുള്ള ഓർമ്മയാണ് അതൊക്കെ. അപ്പോൾ ഇതാ ഞാൻ ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ കൊഴുക്കട്ട നല്ലോണം വെന്ത് കിട്ടും, പൊട്ടി പോയിട്ടൊന്നുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണ്. ഇതേമാതിരി ഇങ്ങനെ ഞെക്കി നോക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇനി ഇതൊന്ന് മുറിച്ചിട്ടും കൂടി കാണിച്ചു തരാം കേട്ടോ. അത്രയ്ക്ക് നല്ല ഇതിലായിട്ടാണ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും മക്കൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കൊണ്ടിട്ടോ. എന്നും നമ്മൾ പൊരിച്ചതും കരിച്ചതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ആവിയിൽ വേവിച്ചിട്ടുള്ള പലഹാരങ്ങളും വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളിങ്ങനെ കത്തി വെച്ചെടുത്താൽ മതി, പെട്ടെന്ന് തന്നെ അത് മുറിഞ്ഞ് കിട്ടിക്കോളും. അത്രയ്ക്ക് സോഫ്റ്റായിട്ട് തന്നെയാണ് ഇത് മാവ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഇതാ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ, ഷെയർ ചെയ്ത് കൊടുത്തിട്ട്. അപ്പോൾ വീഡിയോ ഒരുപാട് സിമ്പിളായിട്ടുള്ള വീഡിയോ നമ്മളെ ചാനലിലുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് കണ്ടു നോക്കുക. ഒരുപാട് സ്നേഹത്തോടെ നൂറ തിരൂർ.